ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അത് ഏത് വീഡിയോ? ഗേൾസ് എടുത്തോണ്ടാണ്. അതിനുശേഷമുള്ള ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? പെൺകുട്ടികളായിട്ട് എടുത്ത സമയത്ത് ഇങ്ങനെ കാസ്റ്റ് പിന്നെ ഈ ജെൻഡറൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ പേര് രണ്ട് പെൺകുട്ടികൾ എടുക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാർ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പല കാസ്റ്റിനകത്തുള്ള കൂട്ടുകാരുണ്ട്. ഇതിപ്പം ഞാൻ മുസ്ലിമിന് എന്തോ ഒരാളെ എടുത്തു, തിരിച്ച് മുസ്ലിമായിരുന്നെങ്കിൽ ഇങ്ങനെ എടുക്കുമോ അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട്. എനിക്ക് ഭാഗ്യമില്ലേ, പെൺകുട്ടികളൊക്കെ നിന്നെ എടുക്കുമല്ലോ, ഞങ്ങൾക്കൊന്നും ഒന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ പറയും. അതിന്റെ അടിയിൽ വന്നൊരു കമന്റ് ആയിരുന്നു ലവ് ജിഹാദ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ ഇങ്ങനെ വൈറലായപ്പം എനിക്കിത് ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്നു, ഇതിനെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, പ്രതികരിക്കാനൊക്കെ എനിക്ക് പേടിയായിരുന്നു. അവർക്ക് നമ്മളോടൊരു വെറുപ്പൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാനൊന്നും പോയിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും കളിയാക്കിയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? നിനക്ക് ഇതിന്റെ വല്ല പണിയുണ്ടോ? ഫസ്റ്റ് ടൈമിലൊക്കെ വെറുതെ എന്തിനാ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണേ, എന്താ വല്ല കാര്യമൊന്നും ഇല്ലല്ലോ, ഇതിലെന്ന് പറഞ്ഞ് എന്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഭയങ്കര കെയറിങ്ങും പരിഗണനയൊക്കെയാണ്. അതുപോലെ ഫെസിലിറ്റീസ് കൂടിയിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഭിന്നശേഷിയുള്ളവരെയൊക്കെ ആരും അങ്ങനെ വലിയ ഒരു വേറൊരു കണ്ണുകളിലാണ് കാണുന്നത്. ഈ ആലപ്പുഴ ജിംഖാന തന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാ? കടലിന്റെ അവിടെയുള്ള ഒരു വിഷ്വൽ ഉണ്ടല്ലോ, തിരമാലയുടെ. അത്രയും സ്ട്രഗിൾ ചെയ്തെടുക്കുന്ന വീഡിയോ ആദ്യമായിട്ടാണ്. തട്ടിക്കൂട്ടി അങ്ങനെ നാടൻ തല്ല് അങ്ങനത്തെ രീതിയിലൊന്നും അല്ല ചെയ്തത്. അപ്പൊ അതിന് ഭയങ്കര പാട് കിട്ടു, ഭയങ്കര ഇടിയൊക്കെ കൊണ്ട്. നിങ്ങളാണല്ലേ ആലിഫിന്റെ കൂടെ മണാലിക്ക് പോയ ആൾക്കാർ. അതില് ഒരു വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ റോഡിൽ കൂടെ നെക്സ്റ്റ് ട്രിപ്പ് പ്ലാനാണ് കാശ്മീര് പോകണമെന്നുള്ള. ലക്ഷദ്വീപൊക്കെ പോയിട്ട് പ്ലാനുണ്ട്. പിന്നീട് ഞങ്ങള് ഇന്റർനാഷണൽ ആണ്, മലേഷ്യ, പട്ടായ. അതിന്റെ ഇടയിൽ കിട്ടും. പരിമിതികളെയൊക്കെ കാറ്റിൽ പറത്തി പാറി നടക്കുന്ന ഒരാളാട്ടോ എൻ്റെ കൂടെ ഉള്ളത്, ആലിഫ് മുഹമ്മദ്. ആലിഫെ, കഴിഞ്ഞ ദിവസം വൈറലായിട്ടുണ്ടായിരുന്നു ആലപ്പുഴ ജിംഖാനയുടെ ഒരു ട്രെയിലറിന്റെ നിങ്ങൾ അത് റീക്രിയേറ്റ് ചെയ്തത്. നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ്. സുഖായിരിക്കുന്നോ? സുഖം. എങ്ങനെ പോണു? ക്ലാസ് കഴിഞ്ഞു. വെക്കേഷൻ ആണ്. PSC ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. എക്സാം ഒക്കെ എഴുതുന്നുണ്ട്. അങ്ങനെ പോകുന്നു. ഈ ആലപ്പുഴ ജിംഖാന തന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാ? ആലപ്പുഴ ജിംഖാനയുടെ ഫസ്റ്റ് നെസ്ലിന് ബോക്സിംഗ് ആയിട്ട് ഒരു മൂവിയാന്നൊക്കെ അറിഞ്ഞപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഭയങ്കര ആകാംക്ഷയായിരുന്നു പടം കാണാൻ എങ്ങനെയായിരിക്കും. ഭയങ്കര അന്ന് തൊട്ടേ ഇങ്ങനെ ഈ പടത്തിന് തിയേറ്ററിൽ പോയി കാണണം എന്നിങ്ങനെ ആലോചിച്ചിരുന്നായിരുന്നു. അപ്പോൾ ഈ ട്രെയിലർ ഇറങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രെയിലറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ, അപ്പോൾ ഞാൻ വെച്ചു ബോക്സിങ് എനിക്ക് പറ്റുന്നതൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം, ബോക്സിംഗ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചെയ്തു നോക്കാം. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ചെയ്തതാ. ഒരുപാട് പ്രാക്ടീസ് വേണ്ടി വന്നില്ലേ അതിന്? പിന്നെ ഒരാഴ്ച എടുത്തു ട്രെയിൻ ചെയ്ത്. പിന്നെ ബോക്സിങ് അതെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഫഷണൽ ആൾക്കാരെ വിളിച്ചാണ് ചെയ്തത്. വെച്ചാൽ ഈ എന്താ സായ് പ്ലെയറും പിന്നെ യൂണിവേഴ്സിറ്റി പ്ലെയറായ ദിലീപ് ഏട്ടൻ, ശ്രീനാഥ്, പിന്നെ അവരെ കുറച്ച് ആൾക്കാരൊക്കെ അവർ മൊത്തം പ്രൊഫഷണൽ ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് അവർ നോർമൽ ആൾക്കാരെ പഠിപ്പിക്കുന്ന പോലെയാണ് നമ്മൾ പഠിപ്പിച്ച് ഇത്ര പ്രൊഫഷണൽ ആക്കിയതാണ്. അല്ലാതെ നമ്മൾ തട്ടിക്കൂട്ടി അങ്ങനെ നാടൻ തല്ല് അങ്ങനത്തെ രീതിയിലൊന്നും അല്ല ചെയ്തത്. അപ്പോൾ അതിന് ഭയങ്കര പാട് കിട്ടു, ഭയങ്കര ഇടിയൊക്കെ കൊണ്ട് അങ്ങനെ പിന്നെ നല്ലോണം സ്ട്രഗിൾ ചെയ്തു. സ്ട്രഗിൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് മെയിൻ ബാലൻസ് കിട്ടൂല ഈ സംഭവം ചെയ്യാൻ. ഇതിങ്ങനെ നമ്മൾ ഇടിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് ചരിയും, ചിലപ്പോൾ ഇങ്ങോട്ട് ചരിയും. പിന്നെ എനിക്ക് അവരെ പിടിക്കുന്ന അങ്ങനെ അവരെ ഇടിക്കുന്ന ഒരു വശം കിട്ടൂല, ഇങ്ങനെ ചരിയാനും പിടിക്കാനും ഒന്നും എനിക്ക് പറ്റൂല. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി, നല്ലോണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ എടുക്കാൻ. രാവിലെ 6 മണിക്ക് പോകും വീട്ടിൽ നിന്ന്, വൈകിട്ട് രാത്രിയൊക്കെ ആയി കയറി വരുന്നത്. ഭയങ്കര പാടായിരുന്നു. അതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഒരു സ്ട്രൈക്ക് ചെയ്തത് എന്താന്ന് വെച്ചാൽ അവന്റെ പുഷപ്പ് എടുക്കുന്ന ഒരു സീനുണ്ട്. അത് ജിമ്മിലൊക്കെ പോവാനായിട്ട് മടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണണം. എന്നിട്ട് വേണം നിങ്ങൾക്ക് എനിക്ക് മടിയാണ് ജിമ്മിൽ പോവാന്ന് പറയില്ല പിന്നെ. കാരണം അതൊക്കെ ഭയങ്കരമായിട്ട് അത് ചെറുപ്പം ചെയ്യുന്നതാണ്. ഹാൻഡ് പവർ ഇങ്ങനെയാണ്ട് വെയിറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന. ജിമ്മിലൊക്കെ പോകണമെന്ന് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു.
എങ്ങനെ ബാലൻസ് ചെയ്ത് നിക്കുന്നത് ഒരു പാടല്ലേ? കാരണം കാലിന് അല്ല അത് കൈ നമ്മൾ വയ്യാതിരിക്കുമ്പോഴേക്കും കുത്തിയിരിക്കുമ്പോൾ കൈക്കകത്ത് ഫുള്ള് പവർ വരുന്നത്. അപ്പം നമുക്ക് അങ്ങനെ കുത്തി നിൽക്കാൻ പറ്റും, അങ്ങനെ നടക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചെറുപ്പം മുതലേ ചെയ്യുന്നതാ, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അതിനകത്തൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല. ബോക്സിങ് ചെയ്തപ്പോൾ ഇച്ചിരി നല്ല ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി നമ്മളൊരു 1 മിനിറ്റ് റീല് തന്നെ ചെയ്യുന്നത് തന്നെ നമുക്ക് അതിന് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. ഞാൻ ഇത്ര നാൾ വീഡിയോ ചെയ്യുന്നു, കുറേ നാൾ കൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ടിക്ടോക്ക് സമയത്തൊക്കെ ഞാൻ വീഡിയോ ഡബ് സ്മാഷ് അങ്ങനത്തെ സമയത്തൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. അന്ന് ഇന്ന് വരെ എടുക്കാതെ ഒരു കഷ്ടപ്പെട്ടൊരു വീഡിയോ ആണിത്. എന്നുവെച്ചാൽ നല്ല എന്തുമായിരുന്നു, ഇത്രയും സ്ട്രഗിൾ ചെയ്തെടുക്കുന്ന വീഡിയോ ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ ചിലർ പറയത്തില്ലേ നെഗറ്റീവ് സിനിമയൊക്കെ, അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട്, പിന്നെ അതേപോലെ തന്നെ എഡിറ്റിങ് അതുപോലെ പാടായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ആയിരുന്നു, അജ്മൽ, ഞങ്ങളും കൂടെ ആയിരുന്നു എഡിറ്റ് ചെയ്തത്. പാടായിരുന്നു. ഇപ്പൊ അതിന്റെ ഫുൾ ടീം ഇവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് ആലിഫിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം ആലിഫിന്റെ ഇതിനു മുമ്പ് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അത് ഏത് വീഡിയോ? 2 പെൺകുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചിട്ട് ആലിഫിനെ കൊണ്ടുവരുന്ന ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കഴിഞ്ഞതോടുകൂടിയാണ് ആലിഫ് വൈറലാവുന്നതും ഫേമസ് ആവുന്നതും. അതിന് ശേഷമുള്ള ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? വൈറലായതിനു ശേഷം കുറച്ച് പേര് അറിയപ്പെടാൻ തുടങ്ങി. പിന്നെ കുറച്ച് പേരൊന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കും, ചേട്ടൻ വീഡിയോയിലുള്ളതല്ലേ, പെൺകുട്ടികൾ എടുത്തോണ്ട് വരല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ചിലവർ വന്നിട്ട് പറയും നിനക്ക് ഭാഗ്യമില്ലേ, പെൺകുട്ടികളൊക്കെ നിന്നെ എടുക്കുമല്ലോ, ഞങ്ങൾക്കൊന്നും ഒന്നും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ പറയും. അടിപൊളി അതൊക്കെ. ആദ്യം പിന്നെ ഒരു പേര് വീണല്ലേ, പേര് പറ. കൃഷ്ണൻ. അങ്ങനെയൊക്കെ നമ്മള് പെൺകുട്ടികളായിട്ടൊക്കെ ഫോട്ടോ ഇട്ടാലും പറയും നിനക്ക് എന്തൊരു ഭാഗ്യ, അങ്ങനെ എപ്പോഴും പെൺകുട്ടികൾ, അങ്ങനെയൊക്കെ പറയും. ഇപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടികൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങള് വീഡിയോയിലൊന്നും നിക്കുന്നില്ല? ഇല്ല അവർക്ക് ഇനി വീഡിയോ എടുക്കണം, അങ്ങനെയൊക്കെയാ. നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാ സപ്പോർട്ടീവ്? ഫ്രണ്ട്സ് സപ്പോർട്ടാ. എന്നാൽ നമുക്ക് വീഡിയോ എടുക്കാനും. ഇപ്പൊ ഞാൻ പുതിയതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 മാസം ആയതുള്ളൂ. അലിഫ് മുഹമ്മദ് എന്ന് തന്നെ പേര്. അത്യാവശ്യം ഞാൻ ഈ വ്ളോഗൊക്കെ ഇട്ട് തുടങ്ങി, ഷോർട്സ് ഒക്കെ ഇടും. അപ്പം അതിന്റെ 10K അടുത്തൊക്കെ ആയി. അപ്പം അതിനൊക്കെ ഭയങ്കര സപ്പോർട്ടൊക്കെയാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് നോക്കി എപ്പോഴാണ് പ്ലേ ബട്ടൺ വരുന്നത്, അതിൻ്റെ വീഡിയോ എങ്ങനെയായിരിക്കും എന്നുവെച്ചാൽ ഞാൻ ചില വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ചില ഐഡിയ ഉണ്ട് എങ്ങനെ ചെയ്യണം. നമുക്ക് ആഗ്രഹങ്ങൾ പോലത്തെ ചില ആഗ്രഹങ്ങളാണ്, ഇന്ന സാധനം ഇറക്കണം, അങ്ങനെയൊക്കെ. അപ്പം പറ്റുന്ന പോലെയൊക്കെ ചെയ്യാറുണ്ട്. വീട്ടിലെങ്ങനെയാ ആലിഫ് ഇങ്ങനെ പുറത്തേക്കൊക്കെ യാത്രകൾക്കൊക്കെ പോകുമ്പോൾ അവർക്ക് പേടിയുണ്ടോ? അതായത് ഇപ്പൊ കുറച്ചുകൂടി വലുതായി, ആളെല്ലാ കാര്യങ്ങളൊക്കെ എന്താ പറയാ ചെയ്യാറൊക്കെ ആയി. പക്ഷെ അവർക്കൊരു പേടി എപ്പോഴും ഉള്ളിൽ കാണില്ലേ? അപ്പോ അതെങ്ങനെയാ? എവിടെ പോകാനും വിടും, ഭയങ്കര സ്വാതന്ത്ര്യം, ഫ്രീഡം ഒക്കെയാ, എവിടെ ആയാലും പോവാ. അവർക്കറിയാം ഞാൻ എന്താ എനിക്ക് പറ്റുന്നതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റും എന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് പേടിക്കാൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എവിടെ ആണെങ്കിലും പോവാം. അപ്പൊ ഞാൻ മണാലിയൊക്കെ പോയി കൂട്ടുകാരായിട്ട്. അത് പണ്ടത്തെ ഒരു ആഗ്രഹമായിരുന്നു, മഞ്ഞിനകത്ത് കളിക്കണം. ഞാൻ മണാലിയൊക്കെ പോയി, അടിപൊളിയായിരുന്നു. ഒരു 10 ദിവസം ഉണ്ടായിരുന്നു, ഡൽഹി മണാലി, അങ്ങനെയൊക്കെ. അതിന്റെയൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, റീച്ചുമായിട്ടുണ്ട്. പോകുമ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ മഞ്ഞിലും ഇതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും? ഈ തണുപ്പ് എങ്ങനെ പ്രതിരോധിക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഫ്രണ്ട്സൊക്കെ അതേപോലെ സപ്പോർട്ട് ചെയ്ത് അതുപോലെ കെയർ ഒക്കെ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. വീട്ടിൽ അവതരിപ്പിച്ചപ്പോ പൊക്കോളാനാണോ? വീട്ടിൽ പോകാൻ പറഞ്ഞു. ഈ സ്കൂൾ കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു ആലിഫിന്റെ? സ്കൂൾ കാലഘട്ടം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കുറവുണ്ടെന്നൊന്നും ഇതുവരായിട്ടും തോന്നിയിട്ടൊന്നും ഇല്ല ഇതുവരായിട്ടും. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ പണ്ട് തൊട്ട് അന്നും എല്ലാം ഒരേപോലെ അടിച്ചു പൊളിച്ച് കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരായിട്ട് അടിച്ചു പൊളിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല അങ്ങനെ. അതുകൊണ്ട് കുറവുണ്ടെന്നൊന്നും ഇതുവരെയായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല, എന്റെ കൂടെ നടക്കുന്നവർക്കും തോന്നിയിട്ടില്ല. ആലിഫിന് ശരിക്കും എന്താ സംഭവിച്ചത്? അത് ജന്മനയുള്ളതാ. അപ്പം ട്രീറ്റ് ചെയ്യാനൊക്കെ ആദ്യമേ നോക്കിയിട്ടുണ്ടായിരുന്നു? അത് നോക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഈ കുറെ ഹോസ്പിറ്റലിലൊക്കെ നോക്കിയത്. അപ്പം അത് പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കംഫർട്ടാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പോകുന്നു. ഇപ്പൊ കുട്ടികളുടെ ഇടയിലായിരിക്കും നമുക്ക് കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ട് വരാം ആ ഒരു സമയത്തൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്തൊക്കെ. അപ്പോ ആ സമയത്തൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു വിഷമം വരുമല്ലോ, അതെങ്ങനെയാ മാനേജ് ചെയ്തോണ്ടിരുന്നത്? എന്നുവെച്ചാ നമുക്ക് ഈ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഭിന്നശേഷിയുള്ളവരെയൊക്കെ ആരും അങ്ങനെ വലിയ വേറൊരു കണ്ണുകളിലാണ് കാണുന്നത്. എന്നുവെച്ചാൽ ഒരു പുച്ഛം രീതിയിൽ എനിക്ക് കാണുന്നത്. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെ ഭയങ്കര കെയറിങ്ങും പരിഗണനയൊക്കെയാണ്. അതുപോലെ ഫെസിലിറ്റീസ് കൂടിയിട്ടുണ്ട്. പണ്ടെന്ന് വെച്ചാൽ നമ്മളെ വീൽ ചെയർ ആയാലും എല്ലാം
നോർമൽ ഇതൊക്കെയായിരുന്നു. നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ അതിനകത്ത് പോകാനോ നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി തന്നെ മതി. സ്വിച്ചിൽ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോവാം. അതുപോലെ തന്നെ കാറ്, ആക്റ്റീവ, അങ്ങനെ ഫെസിലിറ്റീസ് ഒക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പം എവിടെ പോയാലും വീൽ ചെയർ ഭിന്നശേഷി ഉള്ളവർക്ക് നല്ല പരിഗണനയാണ്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് എന്തിനും ബുദ്ധിമുട്ടൊന്നുമില്ല. യാത്രാ സൗകര്യങ്ങളായാലും ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലായിടത്തും അങ്ങനെ ഉണ്ടെന്ന് ഇപ്പം ഞാൻ GCC-യിലൊക്കെ പോയതാണ്, ദുബായ്, സൗദി അവിടെയൊക്കെ പോയതാണ്. അവിടെ എനിക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പം ഡൽഹിയിലൊക്കെ പോയപ്പോഴും കുഴപ്പമില്ല. ഇപ്പം ഈ എന്താ ഹൈ റേഞ്ച് ഒക്കെ കയറിയാലും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല ഒരു കാര്യത്തിനും. പിന്നെ നമുക്ക് വീൽ ചെയർ വണ്ടിയൊന്നും കയറാൻ പറ്റാത്ത ഭാഗത്ത് ഫ്രണ്ട്സ് തോളയിലെടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു പോകുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിരുന്ന ഒരു സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും കളിയാക്കിയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? നിനക്ക് ഇതിന്റെ വല്ല പണിയുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈമിലൊക്കെ ഈ ടിക്ടോക്ക് സമയത്തൊക്കെയാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴൊക്കെ ചോദിക്കും, വെറുതെ എന്തിനാ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണേ, എന്താ വല്ല കാര്യമൊന്നും ഇല്ലല്ലോ, ഇതിലെന്ന് പറഞ്ഞ് എന്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ കളിയാക്കുന്നവർ കളിയാക്കും. നമുക്കിപ്പം എൻ്റെ ഒരു പാഷനാണ് ഇങ്ങനെ വീഡിയോ എടുക്കുക. ഞാൻ പിന്നെ അത്യാവശ്യം എഡിറ്റൊക്കെ ചെയ്യും. ഇങ്ങനെ വ്ളോഗ്, അതൊക്കെ എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിങ്, മടുപ്പ് വരാത്തൊരു സംഭവമാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് തന്നെ പോയി. ഇവർ പറഞ്ഞവരെ ആരും ഞാൻ മൈൻഡ് ചെയ്തിട്ടൊന്നുമില്ല. അവർക്ക് മനസ്സിലാവും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര കളിയാക്കലൊക്കെ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും ആരും ഒന്നും പറയുന്നൊന്നുമില്ല. നമ്മൾ ഇടുന്ന വീഡിയോക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യും ആൾക്കാർ. അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് ആ പെൺകുട്ടികളായിട്ട് എടുത്ത സമയത്ത് ഇങ്ങനെ കാസ്റ്റ്, പിന്നെ ഈ ജെൻഡറൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ പേര് 2 പെൺകുട്ടികൾ എടുക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാർ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് പക്ഷേ ഞാൻ അത് പ്രതികരിച്ചതൊന്നുമില്ല. കമൻറ്റ് റിപ്ലൈ ഒന്നും കൊടുക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. അവർ പറയും, സ്വാഭാവികമാണ്. ഇന്നിപ്പോൾ എല്ലാം അങ്ങനെയല്ലേ, നെഗറ്റീവ് പറഞ്ഞാലേ റീച്ച് ആവുള്ളൂ. ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട് ആര് നമ്മളെ നെഗറ്റീവ് പറയുന്നു അപ്പം നമുക്ക് റീച്ച് കൂടിയല്ലേ വരത്തുള്ളൂ. അപ്പം നമുക്കത് അറിയായിരുന്നു. ഈ മുസ്ലിം എന്നുള്ളൊരു കാസ്റ്റ് ഒക്കെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെതിരെ ഒരുപാട് പേര് കമന്റ് ഇട്ടേക്കണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിയിൽ യൂട്യൂബിനകത്തും പിന്നെ റീൽസിനകത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ എന്തെങ്കിലും കമന്റോ കാര്യങ്ങളോ ഓർമ്മയുണ്ടോ? എന്താന്ന് വെച്ചാൽ ഇതിപ്പം ഞാൻ മുസ്ലിമിന് എന്തോ ഒരാളെ എടുത്തു, തിരിച്ച് മുസ്ലിം ആയിരുന്നെങ്കിൽ ഇങ്ങനെ എടുക്കുമോ അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട്. പക്ഷെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പായിട്ടായിരുന്നു അന്ന് വീഡിയോ ഇട്ടത്. അങ്ങനെ എനിക്ക് പല കാസ്റ്റിനകത്തുള്ള കൂട്ടുകാരുണ്ട് നമുക്ക്. അങ്ങനെ അതുകൊണ്ട് നമ്മളത് മൈൻഡൊന്നും ചെയ്തിട്ട് പലരുടെ വീട്ടിലും പോകും, സഹകരണം എല്ലാം ഉണ്ട്. അവരെന്നെ എടുത്തുകൊണ്ട് അടയ്ക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല, പ്രതികരിക്കാനൊന്നും നിന്നിട്ടൊന്നുമില്ല. അതിന്റെ അടിയിൽ വന്നൊരു കമന്റ് ആയിരുന്നു ലവ് ജിഹാദ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റും കാര്യങ്ങളൊക്കെ. അതൊക്കെ കണ്ടപ്പോഴേക്കും എങ്ങനെ ഫീൽ ചെയ്തത്? കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലാണ് അവരെടുത്തിട്ട് ഡെയിലി നടക്കുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം വീഡിയോ എടുത്ത് വന്നു എന്നുള്ള ഒരു ഇത് അതിനകത്തുള്ളൂ. പക്ഷെ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് വീഡിയോ വൈറലായിട്ടുണ്ട്. പക്ഷെ അതേപോലത്തെ വീഡിയോ ഒന്നും വൈറലായിട്ടില്ല. അപ്പോൾ അത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇങ്ങനെ വൈറലായപ്പം എനിക്കിത് ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കമന്റ് ഇടുന്ന ഇതിനെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, എന്താണ് നമ്മൾ ഫേസ് ചെയ്യണേ, പ്രതികരിക്കാനൊക്കെ എനിക്ക് പേടിയായിരുന്നു. എന്ന് വെച്ചാൽ അപ്പം പലരും പറയും ഈ ലവ് ജിഹാദിന്റെ പേര് വരുമ്പോഴത്തേനും നമുക്ക് പ്രതികരിക്കാനേ തന്നെ പേടിയായിരിക്കും. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും കാണും പല കാസ്റ്റിനകത്ത്. അപ്പോൾ നമ്മളിത് പ്രതികരിച്ചെന്ന് കഴിയുമ്പം അവർക്ക് നമ്മളോടൊരു വെറുപ്പൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെ വീട്ടിലായാലും എൻ്റെ കൂടെ നടക്കുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ആയാലും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതെന്തായാലും പറയും, സ്വാഭാവികമാണ്. പിന്നെ ഫേക്ക് IDs എന്നൊക്കെ ചില കമൻറ്റ് വരും അങ്ങനെയൊക്കെ. അതുകൊണ്ട് അത് പിന്നെ നോക്കാനോ ശ്രദ്ധിക്കാനോ മറുപടി കൊടുക്കാനോ നിന്നിട്ടൊന്നുമില്ല. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആവുമോ, എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നിടത്ത് വെച്ച് കാണാം, നമ്മൾ പ്രതികരിച്ചാലല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. നമ്മൾ മിണ്ടാതിരുന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ചോദിക്കാനൊന്നും പോയില്ല. ഈ റീൽസുകൾ ഇടാൻ തുടങ്ങിയതിന് ശേഷം കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്? ആദ്യം പേടിയായിരുന്നു. എന്ന് വെച്ചാൽ പ്രൈവറ്റായിട്ടൊക്കെ വീഡിയോ സേവ് ചെയ്തിട്ട് സ്വന്തമായിട്ടിരുന്ന് കാണുമായിരുന്നു. പിന്നെ ചെറുതായിട്ടൊക്കെ ഇട്ട് തുടങ്ങി. അന്ന് ഈ റീൽസിനകത്ത് ഈ ഇങ്ങനെ വീഡിയോസ് ഇടാനൊന്നും ഈ റീൽസായിട്ടുള്ള സംഭവം ഇല്ലായിരുന്നു. വെറുതെ ഇൻസ്റ്റഗ്രാം പഴയ കാലത്തൊക്കെ. അപ്പോൾ ഈ ടിക്ടോക്ക് ആയിരുന്നു. നമുക്ക് 100K ടിക്ടോക്കൊക്കെ 100K ഫോളോവേഴ്സ് ആയപ്പോഴാണ് ബാനായത്. അത്യാവശ്യം ഇടുന്ന വീഡിയോസിനെല്ലാം റീച്ചായിരുന്നു. അത് പിന്നെ റീൽസിനകത്ത് വന്നപ്പോൾ റീൽസിനകത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് റീൽസിൻ്റെ ഓപ്ഷൻ വന്നത്. എന്നിട്ട് ഇടാൻ തുടങ്ങി. പേടി പണ്ടേ മാറി. ടിക്ടോക്ക് ചെയ്യുന്ന സമയത്ത് പേടി മാറി. അതുകൊണ്ട് ഞാൻ ചെയ്യും.
ഇതിന് ശേഷം ഒരു വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിന്റെ വിശേഷം പറയും. ആ വണ്ടി ഉണ്ട്, അവിടെ ആര്യയുടെ ഷോക്ക് സാർ മേടിച്ചു തന്ന വണ്ടി ആക്റ്റീവ് ആയിരുന്നു. ആ വീഡിയോ വൈറലായപ്പോ വീഡിയോ വൈറലായപ്പോഴാണ് ആ വീഡിയോ MLA കോണ്ടാക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങനെ. അപ്പം വണ്ടി വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ആക്റ്റീവ് ഓടിക്കാനൊക്കെ ആഗ്രഹമായിരുന്നു. ഇപ്പം കാറൊക്കെ ഓടിക്കും അല്ലേ? ഇപ്പം കാറ് വേണമെന്നാണ് ആഗ്രഹം. കാറ് വേണമെന്നാണ് ആഗ്രഹം. എനിക്കായിട്ട് ഓടിക്കാൻ പറ്റുന്ന സെറ്റ് ചെയ്ത കാറൊക്കെ. കാറ് അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ? അത് നമുക്ക് ഓട്ടോമാറ്റിക് കാറിനകത്ത് സെറ്റ് ചെയ്ത് തരുന്നവരുണ്ട്, ഷോറൂമുകളിൽ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്, അല്ല പുറത്ത് മലപ്പുറം ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് എങ്ങനെ കോളേജിലും ഒക്കെ പോയിരുന്നത്? ആ കൂട്ടുകാർ വീടിനടുത്ത് ബസ് സ്റ്റോപ്പിൽ എന്താ വീൽ ചെയറിനകത്ത് പോകുമായിരുന്നു, മറ്റേ ഇലക്ട്രിക്കിന്റെ. ആ വീൽ ചെയർ അവിടെ വെച്ചിട്ട് ബസ്സിനകത്ത് കൂട്ടുകാരുടെ കൂടെ കയറും, എന്നിട്ട് കോളേജിൻ്റെ അടുത്ത് അവിടെ ഇറങ്ങും. കൂട്ടുകാർ ഇറക്കും. അപ്പം ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ട്, കോളേജ് ഉള്ളിലോട്ട് നടക്കണം ബസ് സ്റ്റോപ്പിൽ നിന്ന്. അപ്പോൾ അവിടെ ബൈക്കിൽ പോകുന്ന ആരെങ്കിലും ഞാൻ വിളിക്കും, അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുന്ന ആരെങ്കിലും വിളിച്ചിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, കോളേജിലെ എല്ലാ ആൾക്കാർക്കും തന്നെ അറിയാം, അപ്പോൾ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. ആലിഫിന്റെ കുറെ വീഡിയോസ് കണ്ടതിലൊക്കെ ഫ്രണ്ട്സ് ഇല്ലാത്ത വീഡിയോസ് ഒക്കെ വളരെ കുറവാണ്. സിംഗിൾ ആയിട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ആലിഫിന് ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആലിഫ് ഇച്ചിരി ഇൻട്രോവേർട്ടാണ്, കുറച്ചൊന്ന് മാറി നിൽക്കുന്ന ഒരു കൂട്ടത്തിലാണ് എന്നുണ്ടായിരുന്നെങ്കിൽ ആലിഫിന്റെ ലൈഫ് എങ്ങനെയാവുമായിരുന്നു? ഞാൻ വീട്ടിൽ ഇരുന്നേനെ, ആരും അറിയപ്പെടാതെ. ഫ്രണ്ട്സ് ഉണ്ടായത് നമ്മൾ പുറത്തൊക്കെ പോവും, എല്ലായിടത്തും കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഫാമിലിയുടെ കൂടെ പോകുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് വേറെ. ഫാമിലിയുടെ പോകും ഇഷ്ടമൊക്കെയാണ്, എന്നാലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഇച്ചിരി കളി, ചിരി, തമാശ, അങ്ങനെ എല്ലാ ഒട്ടുമിക്ക പേർക്കും അങ്ങനെയാണല്ലോ. അവരുടെ കൂടെ ചെറുപ്പകാലത്ത് എന്ന് വെച്ചാൽ വീട്ടുകാർ ഇങ്ങനെ വിടുന്നു എന്ന് വെച്ചാൽ എന്നെ വീട്ടിൽ ഇരുത്തിയിട്ടൊന്നും ഇല്ല. അങ്ങനെ വീട്ടിൽ ഇരുത്തി അങ്ങനെ വയ്യാത്ത ആയതുകൊണ്ട് അങ്ങനെ മാറ്റി നിർത്തിയിട്ടൊന്നും ഇല്ല. അപ്പം ഞാൻ എല്ലാവരുടെയും സഹകരണം ആയതുകൊണ്ട് എല്ലാവരും തന്നെ ചെറുപ്പം മുതലേ എന്ന് വെച്ചാൽ നമുക്ക് എന്തോ ഇന്ന ആളാണ് പെർമനൻ്റ് ആയിട്ടുള്ള അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരുടെയും കമ്പനിയാണ്. അപ്പം അതിനകത്ത് പലരും എൻ്റെ അടുത്ത് പറയും, ഇന്ന് ഇൻ്റർവ്യൂ ഞങ്ങളുടെ പേര് പറയത്തില്ല, ഇങ്ങനെ പേര് പറയത്തില്ല. പക്ഷെ നമുക്ക് ഒരാളുടെ പേര് മാത്രം പറയാൻ പറ്റത്തില്ല. പലരും സഹായിച്ചിട്ടുണ്ട്, എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത് വരുമ്പോൾ മറ്റാൾക്കൊരു വിഷമാവും. അപ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരുടെ പേരങ്ങനെ പറയാറൊന്നുമില്ല. എല്ലാരും വിഷമാവുന്നുണ്ട്. ഈ റിലേറ്റീവ്സിന്റെ ഇടയ്ക്ക് നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി? ഇല്ല, കുടുംബക്കാരെല്ലാം സപ്പോർട്ട്. അപ്പോൾ എൻ്റെ ബ്രദറുണ്ട് ഷാഫി ഷാൻ, അതുപോലെ സുഹൈൽ, അവരൊക്കെ ഭയങ്കര. ഇപ്പം ഞാൻ 3 മാസം സൗദിയിലായിരുന്നു, അവരുടെ കൂടെ ആയിരുന്നു. അവരുടെ കൂടെ 3 മാസം അടിച്ചു പൊളിച്ച് ഇവിടെ നാട്ടിൽ നിന്നപ്പോൾ പോസ്റ്റായിട്ട് ഇങ്ങനെ നിന്നപ്പോൾ അവരുടെ അടുത്ത് പോയതാ. അടിപൊളിയായിരുന്നു. മാമില് ഇതല്ലേ ബ്രദറിൻ്റെ അടുത്ത്, ബ്രദറിൻ്റെ അടുത്തായിരുന്നു റൂം. അവിടെ നിന്ന് 3 മാസം അടിച്ച് ഗൾഫാന്ന് വെച്ചാൽ നമ്മൾ ഈ ഗൾഫിൽ ഇങ്ങനെ നിൽക്കില്ലേ, അങ്ങനെ ഒരു വൈബില്ല, നാട്ടിലെ വൈബ് തന്നെ. എല്ലായിടത്തും പോയി അങ്ങനെ ഒരു മൈൻഡ്. ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാരും കൂടെ കൂടുന്ന ഒരു സമയമൊക്കെ ഉണ്ടല്ലേ? ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോകും. അവിടെ നല്ലതാണ്. അവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ എന്തോ എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലം, എന്താ എല്ലാവരെയും കാണാൻ പറ്റുന്നു. ഈ കളിക്കാൻ വരും വലിയ ആൾക്കാരായാലും ചെറിയ ആൾക്കാരും എല്ലാവരും വരുന്ന സ്ഥലം. അവിടെ പോവും, കാണുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ്. ഇപ്പോൾ ഫോണിനകത്തൊക്കെ രാവിലെ തൊട്ട് രാത്രി വരെ എങ്ങനെ ഇരിക്കും, മടുപ്പ് വരുമില്ല. എപ്പോഴും റീൽസും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തോണ്ടി ഇങ്ങനെ ഇരുന്ന ബോറല്ലേ. അപ്പോൾ നമ്മൾ റിലാക്സ് ഒക്കെ ആവാൻ വേണ്ടി ഞാൻ പോകുന്നതാണ്. എപ്പോഴെങ്കിലും ഫ്യൂച്ചർ ആലോചിച്ചിട്ട് പേടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആലോചിച്ചിട്ട് ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് പേടി തോന്നിയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല. ഇപ്പം ജോലിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പം എങ്ങനത്തെ ജോലിയാണ് നോക്കണ്ടേ, അപ്പം എന്താണ് ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത്, എന്ത് ഫീൽഡാണ് നോക്കണ്ടേന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇപ്പം എനിക്കൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഈ യൂട്യൂബായിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കാനാണ് ആഗ്രഹം. ഈ വേൾഡ് ഫുള്ള് ട്രാവൽ ചെയ്ത് അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസൊക്കെ എടുത്ത് എല്ലായിടത്തും പോകാനൊക്കെയാണ് ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമായിട്ടാണ് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അതൊരു പലതാകുമ്പോൾ നമുക്ക് ഏണിങ്സ് ഒക്കെ കിട്ടുന്ന രീതിയൊക്കെ ആകുമ്പോൾ നമുക്ക് അതായിട്ട് നമുക്ക് ട്രാവലും ചെയ്യാം. അങ്ങനെയൊക്കെ ഇതുണ്ട്. ഈ യൂട്യൂബില് വീഡിയോസ് ഇട്ട് തുടങ്ങുമ്പോഴേ ആളുകൾ ചോദിക്കും ഇപ്പൊ പൈസ ഒക്കെ എത്ര കിട്ടി എന്താന്ന് വെച്ചാൽ. പക്ഷെ ഇതിനകത്ത് ഓരോ ചാലഞ്ച് ഒക്കെ ഉണ്ടല്ലോ, 3 മില്യൺ 10 മില്യൺ ഒക്കെ കംപ്ലീറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. ഇത് എത്രയും നമ്മൾ ഈ യൂട്യൂബിനകത്ത് വീഡിയോസ് കാണുമ്പോൾ പറയും പൈസക്കാരനായല്ലോ, അപ്പം വീഡിയോസൊക്കെ ഇങ്ങനെ റീച്ച് ആയല്ലോ, പൈസ ആയല്ലോ, ഇനി ജോലിക്കൊന്നും പോകണ്ടല്ലോ, അങ്ങനെയൊക്കെയാണ് ടോക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ടീം വന്നെത്തിരിക്കുകയാണ്, കരുനാഗപ്പള്ളി ജിംഖാന അല്ലേ? അതാണ് നിങ്ങളുടെ വീഡിയോയുടെ ടൈറ്റിൽ. പരിചയപ്പെടുത്തു. എൻ്റെ പേര് അജ്മൽ, സ്ഥലം കൊല്ലം, കരുനാഗപ്പള്ളി. ആലിഫ് മുഹമ്മദ്.
എൻ്റെ പേര് നാദിർഷ. ഞാൻ അവിടെ കരുനാഗപ്പള്ളി തന്നെയാണ്. കരുനാഗപ്പള്ളി. ആള് അലിഫിന്റെ അനിയനാണ് അല്ലേ? പേര് ഫൈസാൻ. ഫൈസാൻ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ എടുക്കാനുണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു? പ്രചോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതോട്ട് പണ്ട് അലിഫിൻ്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ പടമൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇതോട്ട് നമുക്കൊരു ബോക്സിങ്ങിൻ്റെ വീഡിയോ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ. പോകാൻ പറഞ്ഞ് അതെന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെയൊക്കെ ഇതുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം വിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ സാധാ രീതിയിലുള്ള വീഡിയോയും പിന്നെ വ്ളോഗും അങ്ങനെ യൂട്യൂബിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ അങ്ങനെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പടം ഇറങ്ങി ഇങ്ങനെ ഇപ്പൊ നമ്മളെ വേറെ അഭിലാഷത്തിന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നില്ലേ? അപ്പം അത് അവരെല്ലാം അതവരൊക്കെല്ലാ സൈജു കുറുമ്പൊക്കെ കൊളാബ് ചെയ്ത് അത് ചുമ്മാ ജസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അത് അങ്ങ് കയറി യൂട്യൂബിനകത്ത് 1,00,000 വ്യൂസ് ആയിരിക്കും. നല്ല ഇതായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ജിങ്കാനയിലെ ഇറങ്ങിയപ്പോൾ പറഞ്ഞ് അതൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പം പറഞ്ഞ് എന്നാ ചെയ്യാം. പക്ഷേ അജ്മല് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണെന്ന് അറിയാം, അവരുടെ കറക്റ്റ് ആ ഡയലോഗും അത് തന്നെ നമുക്ക് ചെയ്യാന്ന് എന്താ വേറെ മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട, അവരുടെ മ്യൂസിക് തന്നെ ഇട്ടിട്ട് നമുക്കൊരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് സിനിമാറ്റിക് രീതിയിലാണ് എൻ്റെ ഉദ്ദേശം. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡിയോ എന്ന് വെച്ചാൽ അത് നല്ല ക്യാമറയ്ക്ക് അത് എടുക്കുക എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ ബാക്കിൽ റെഡ് ഈ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ ഈ ഇവിടെ ഷാഡോയ്ക്കകത്ത് റെഡ് ലൈറ്റ് നമ്മുടെ ഫേസിലടിച്ച് നമ്മള് നല്ല വിയർത്ത് അങ്ങനെയൊക്കെ പ്രൊഫഷണലായിട്ട് ഇടിക്കത്തില്ലേ, റിങ്ങിനകത്ത് ഇടിക്കണം. മനസ്സിലൊരു ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു. അപ്പൊ പറയുന്നത് പ്രൊഫഷണലായിട്ട് റിങ്ങിനകത്ത് കുക്കുറോ പിന്നെ ഫ്രണ്ട് ഉണ്ട് ബോക്സർ ദിലീപ് എന്ന് പറയുന്നത്. നാഷണൽ ജൂനിയറാണ് മെഡലിസ്റ്റ്. പിന്നെ 3 യൂണിവേഴ്സിറ്റി മെഡലൊക്കെ നേടിയിട്ടുണ്ട്. അപ്പൊ പുള്ളി അവിടെ കരുനാഗപ്പള്ളി തന്നെ DC അക്കാഡമി ഒരു ബോക്സിംഗ് ഉണ്ട്. അപ്പൊ അവനെ വിളിച്ച് കണക്ട് ചെയ്തിട്ട് അങ്ങനെ പിന്നെ നിലവിൽ അതിലും തുടങ്ങി മൊത്തം പിന്നെ പ്രൊഫഷണൽ ബോക്സിങ് ഫുള്ള് ബോക്സേഴ്സ്. പിന്നെ പ്രബോധിനി എന്ന് പറഞ്ഞ ക്ലബ് ഉണ്ട്, അവിടെ നിന്ന് 2 പേരെ വെള്ളനാരത്തുള്ളത് നമ്മളെ ബീച്ച് അവിടെ ചെറിയ ബീച്ച് ശ്രീനാഥ് രാഹുൽ. ഈ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞപ്പോഴേക്കും അവരൊക്കെ എന്താ പറയാ ഫുൾ സപ്പോർട്ടീവ്. വീഡിയോ ചെയ്തപ്പോ അതിനകത്ത് മുമ്പ് എല്ലാവർക്കും അഭിനയിക്കും, പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടെ റോൾ കൊടുക്കാനുള്ള ഇതില്ല. പലരും വന്ന് ഈ ബോക്സിങ് ചെയ്യുന്ന പലരും വന്നിട്ട് പറയും ഞങ്ങളെ വിളിച്ചുകൂടെ, കോച്ചായിട്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചുകൂടെ. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അതിനകത്ത് 3 പേരാണ്, നമ്മൾ ഓൾറെഡി 3 പേരാണ് സെറ്റ് ചെയ്തത്. അപ്പം ഞാൻ പ്രൊഫഷണലായിട്ട് പിന്നെ ഇതിനകത്ത് അതുപോലെ ലെങ്ത് കൂടും. ഞാനിങ്ങനെ ആലോചിക്കും എന്ന് വെച്ചാൽ ഞാനിത് ഇവരിങ്ങനെ അപ്പൊ അജ്മലായാലും പല ഷോട്ട് വെക്കും. അപ്പൊ ഞാൻ പറഞ്ഞാൽ അങ്ങനെ വെച്ചാൽ ശരിയാകത്തില്ല, ഞങ്ങളത് ഞാൻ പറഞ്ഞ അങ്ങനെ കിട്ടില്ല, വിഷ്വല് കിട്ടില്ല. ഞാൻ പറഞ്ഞത് മാറ്റിപ്പിടി, ഇങ്ങനെ വെക്കുക അങ്ങനെ എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഫസ്റ്റ് തൊട്ട് ഞാൻ എഡിറ്റ് ചെയ്യും അപ്പം ഞങ്ങൾ എൻ്റെ മനസ്സിൽ ഈ ഓരോ BGM എവിടെ കൊടുക്കണം, എവിടെ സ്ലോ മോഷൻ കൊടുക്കണം ഒരു ഐഡിയ ഉണ്ട്. അപ്പം ഞാൻ വെച്ചേക്കുന്ന ഐഡിയ ഇവരുടെ വിഷ്വലും വേറെയാണ്. അപ്പം എൻ്റെ വിഷയമില്ലാത്ത ഇയാൾ വേറെ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് പറയും, ഇങ്ങനെയാവും. അപ്പം ഞാൻ പറയും എന്നാ ചെയ്യണ്ടെന്ന് പറയും. അതെന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ സംഭവം ഓഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ആദ്യം അവരുടെ 2 മ്യൂസിക് എടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് എടുത്തിട്ട് ഈ ഈ ടീസർ ഫുള്ള് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് മ്യൂസിക് കട്ട് ചെയ്തിട്ട് ഈ ഓഡിയോ മാത്രം എടുത്ത് എന്നിട്ട് 4 ഓഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് 2 ലെങ്ത് കൂടിയാണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, 2 ഞാൻ ആഡ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷെ തുടക്കത്തിൽ ഡയലോഗ്സ് ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് തുടങ്ങി, BGM മാത്രം. ഈ ഡയലോഗ്സിനെ നമ്മൾ സ്ലോ മോഷൻ ആയിരുന്നു ആഡ് ചെയ്തത്, അങ്ങനെ തുടങ്ങിയത്. പക്ഷെ പിന്നെ അത് ഡയലോഗിലേക്ക് മാറുന്ന 2 സാഹചര്യങ്ങൾ വന്നു. കടലിന്റെ അവിടെയുള്ള ഒരു വിഷ്വൽ ഉണ്ടല്ലോ, തിരമാലയുടെ, അതൊന്ന് അതിനെ കുറിച്ചൊന്ന് പറയോ? എനിക്ക് തോന്നില്ല അത് അത്ര എടുക്കാനായിട്ട് എളുപ്പമുള്ള വിഷ്വൽ. അതെന്ന് വെച്ചാൽ ഡേഞ്ചറസ് സ്ഥലമാണ്. എന്ന് വെച്ചാൽ അവിടെ മറ്റേ ഈ ഗാർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ 2 മരിച്ച സ്ഥലമാണ്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ പ്രബോധിനി ബോക്സിംഗിന്റെ അക്കാഡമി അവിടെ ഉണ്ടായതുകൊണ്ട് അവന്മാരെ കുറെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ സ്ഥലത്തെ കുറെ ഏറ്റവും വലിയ ത്യാഗം അതിനകത്ത് സംഭവിച്ചത് പറഞ്ഞാൽ പുഷപ്പ് അടിക്കാൻ വേണ്ടി കൈ കുത്തുമ്പോൾ തിരമാല വരും, കൈയൊക്കെ താഴ്ന്നു പോകും. അപ്പോഴത്തേക്ക് ഈ കൈ മണ്ണ് ഇങ്ങനെ താഴോട്ട് പോകുമ്പോ ഞാൻ വെള്ളത്തിനകത്തോട്ട് പോയി. അതൊരു വലിയ തിര വരുമ്പോൾ തന്നെ നമുക്ക് പുഷപ്പ് അടിക്കുന്ന ഒരു ഷോട്ട് വേണം എന്ന് അലിഫ് പറഞ്ഞു. ആ ഒരു ഷോട്ടിന് വേണ്ടി ഞങ്ങള് വെയിറ്റ് ചെയ്ത് ഒരുപാട് നേരം നിന്ന് ഒരുപാട് ട്രൈ ചെയ്തിട്ടാ ആ ഒരു ഷോട്ട് കിട്ടിയത്. കാരണം അലിഫിനും ആ ബുദ്ധിമുട്ടുണ്ടല്ലോ, പേടിയാ കടലിലിറങ്ങി വെള്ളം കൊണ്ടുപോകും, മരിച്ചു. ബോക്സിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേണമല്ലോ. കാരണം ഇതൊക്കെ ആളുകൾ കാണുന്നതാവുമ്പോ ഒട്ടും വരാതെ അത് ഷൂട്ട് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഈ ഇതിന്റെ
ബോക്സിങ്ങിന്റെ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അവർ പറയും അങ്ങനെ വെക്കരുത്, അങ്ങനെ താഴെ വെക്കരുത്, ഈ വീഡിയോ കാണുന്ന ഈ ബോക്സിങ് ചെയ്യുന്ന ആൾക്കാർ കണ്ടാൽ പ്രശ്നമാണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ മാറ്റി, അതൊക്കെ എടുത്ത് മാറ്റി. അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബോക്സിംഗ് പഠിപ്പിക്കുന്ന ടീമുണ്ട്, അവരുടെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർ ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് ഷോട്ട് വേണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെന്ന് കയറാൻ പുള്ളിയെടുത്ത് അനുവാദം ചോദിക്കാതെയോ മറ്റു രീതിയിൽ കയറാൻ പറ്റില്ല. അതൊക്കെ നമുക്കൊരു ഇതായിരുന്നു. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ച് വീഡിയോ എടുക്കാനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓക്കെ സെറ്റ്. എന്നാലും ഇവര് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പം ഇവർക്ക് പുറത്തുനിന്നുള്ള ഔട്ട്ഡോർ ഷൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ചെയ്യുമ്പം പറയും ഇവരെ പഠിപ്പിക്കുന്നതിന്റെ വീട്ടിൽ അങ്ങനെയല്ല ചെയ്യുന്നത്, വടി കൊണ്ടൊക്കെ അടിക്കുകയും മറ്റേ ഇടിക്കുകയൊക്കെ ചെയ്യും, മൂക്കിലൊക്കെ ഇടിക്കും. അവരെ കറക്റ്റ് പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ഇടിക്കുക. അതുകൊണ്ട് പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരി അങ്ങനെ ചെയ്തോണ്ട് പുള്ളി നല്ലോണം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇങ്ങനെ എന്താ ഞാൻ ചെയ്തപോലെ അങ്ങനെ ചെയ്യുന്നു, അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയാം ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ വീഡിയോ ഇട്ടിട്ട് കാര്യം, നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നത്. ഒരാഴ്ച കൊണ്ട് ഇതിനെ പുറകില്ല, ഉറങ്ങുന്ന പോലും ഇല്ല. ഞാൻ വിളിച്ചു 6 മണിക്ക് എന്നെ വിളിക്കും. ഞാൻ പറയാം എന്നെ ഇനി വിളിക്കല്ലേ, ഇതിന് 6 മണിക്ക് തുടങ്ങും, വൈകിട്ട് 3-4 മണിക്കാകുമ്പോ തീരും. ഒരു ഫുഡൊന്നും കഴിക്കാതെ ഒരാഴ്ച ഫുള്ള് ബീച്ചില് DC അക്കാഡമിയില് 2-3 ജിം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പ്രത്യേകം ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല അങ്ങനെ നമ്മള് പ്രൊഡക്ഷൻ അല്ല, ഡയറക്ടറാ, പ്രൊഡ്യൂസർ ഇല്ല ഇതിനകത്ത്. അല്ല നിങ്ങള് എന്തെങ്കിലും ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെ കഴിക്കായിരുന്നോ? പട്ടിണി കിടന്നേ. പക്ഷെ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ആദ്യം മനസ്സിൽ എങ്ങനെയാന്ന് അറിയാം, ഞങ്ങള് മുടിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് താടിയൊക്കെ എടുത്തിട്ട് ബോക്സിങ് ചെയ്യണോ. അപ്പൊ ഞങ്ങളുടെ താടി കളയത്തില്ലെന്ന് പറഞ്ഞു. താടി കളയാൻ ഇതിനു വേണ്ടി കളയാൻ മടിയാന്ന് പറഞ്ഞു. ഓക്കെ, ഇത് വളർന്നു വരണ്ടേ. ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം ആ പടത്തിനകത്ത് അതേ മുടി ഹെയർ സ്റ്റൈൽ ഉള്ള രാഹുലിനെ കിട്ടിയ. ഞാൻ അവനെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു നീ ഞങ്ങളുടെ കോച്ചല്ല, കോച്ചായിട്ടാണ് ഉദ്ദേശിച്ചത്. ഭയങ്കര ഒരു ഇതായിരുന്നു ഈ വീഡിയോ. സിനിമ ഇറങ്ങിയപ്പോ തന്നെ ട്രെയിലർ കണ്ടപ്പോ തന്നെ ഇദ്ദേഹത്തിന് അതേ സെയിം. പിന്നെ അതേപോലെ ആ ഓഡിയോ ഇല്ലേ നാഷണൽ പ്ലെയർ കളിച്ച ടീം, ആ ദിലീപേട്ടൻ അദ്ദേഹം ആ നാഷണൽ പ്ലെയർ കളിച്ചല്ലേ, ആ സെയിം തന്നെ നമ്മൾ കൊടുത്തു. മെഡലിസ്റ്റാ. ഇനി ഈ ബോക്സിംഗ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടോ? എനിക്ക് പഠിക്കാൻ താല്പര്യം. ഞാൻ ദിലീപിന്റെ അടുത്ത് പോയിട്ടുള്ളതാണ് കുറച്ച് 2-3 വർഷം മുമ്പാ. പിന്നെ ഞാൻ നിർത്തിയതാ. എനിക്ക് ഇവരോട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ടായിരുന്ന പുഷപ്പ് ഒക്കെ എടുത്തപ്പോ? കാരണം നേരത്തെ ഞാൻ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇത്തിരി കഷ്ടമാണ് എടുക്കാൻ വേണ്ടിട്ട്. നമുക്ക് പറ്റില്ല. 15 അത് നമ്മള് ചെറിയ ഷോട്ട് കഴിഞ്ഞിട്ടുള്ളൂ. 15-16 ബാലൻസ് ചെയ്ത് നിൽക്കാനേ പാടല്ലേ. 16 കൊണ്ട് അടിച്ചത് നമുക്കൊന്നും പറ്റില്ല. ഇവരത് കണ്ട് പിന്നെ കൈയടിക്കുന്നത്. മറ്റേ ഡയലോഗ് ആരേട്ടാ ഇവര് പറയും ഞങ്ങൾ ഇത്രയും ചെയ്തിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ, നേരെ പോലെ ഇവർക്ക് വയ്യ. പറ്റുന്നില്ല. 10 അലുവലി ഇതാ നടക്കുന്നു. വീട്ടിൽ ഈ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോ എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? വീട്ടിൽ ആദ്യം പറഞ്ഞു വീട്ടിൽ കാണുന്നില്ല, മറ്റേത് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോണിൽ കളിച്ച് ഉറങ്ങിയൊക്കെ ഇരിക്കുന്നത്. ഇതിന്റെ പുറകിലപ്പോ വീട്ടില് ഞാനില്ല, ഫുൾ തിരക്ക്. എന്നുവെച്ചാൽ ഇതിനകത്ത് ഓരോ ആൾക്കാരൊക്കെ എന്നെ കാണാത്തോണ്ട് വിളിക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഇതിന്റെ പുറകെ അങ്ങ് നിൽക്കുക. സംഭവം എങ്ങനെയും സെറ്റ് ആക്കണം. എന്നാൽ ഇത്രയും നമുക്ക് ഞാൻ കഷ്ടപ്പെട്ടെടുത്താണ്, നല്ലോണം കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇവർക്കായാലും ഇടിയും കൊണ്ട് എനിക്കും കൊണ്ട് ഇവർക്കും കൊണ്ട് അതുപോലെ തന്നെ ട്രെയിനിങ് ചെയ്ത് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സംഭവം ഇങ്ങനെ വണ്ടി എറിയുമ്പോഴത്തേക്കും ഇവന് ബാലൻസ് കിട്ടത്തില്ല, ഇവൻ ഇങ്ങനെ ഇതായി പോകും. പിന്നെ നമ്മള് ബാക്കിൽ നിന്ന് സൈഡിൽ നിന്ന് കാല് വെച്ചിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ മാറ്റി ഷോട്ട് എടുക്കുന്നത്. അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. കുറെ ചെയ്യുമ്പോൾ മറിഞ്ഞു സ്പീഡിന് എനിക്ക് ഇടിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ പറയുമ്പോൾ ആദ്യത്തെ ഷോട്ടിനകത്ത് പിന്നെ ഇവൻ ചെയ്ത് തന്നപ്പോ പിന്നെ അവൻ ബാലൻസ് ചെയ്ത് സെറ്റപ്പ് ആയിട്ട് ചെയ്ത് പതുക്കെ മെല്ലെ സ്പീഡ് ഇങ്ങനെ കൂട്ടും. ഇങ്ങനെ സ്പീഡ് കൂട്ടുന്ന സമയത്ത് വീഡിയോ എടുക്കും. അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ ദിലീപ് പറഞ്ഞ് അവനെ ട്രെയിൻ ചെയ്യിക്കാം, എന്നിട്ട് ഇവർക്ക് പ്രത്യേകത ഉണ്ടല്ലോ അതിന് വിടാൻ അതിന് പറ്റും. യൂറോപ്യൻ കൺട്രീസിലൊക്കെ കളിക്കാൻ പോണം. അവിടെ സ്പോർട്സിനകത്ത് അങ്ങനെ ഒരു കൊടുത്തിട്ടില്ല, ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടൊന്നുമില്ല. ഇതുപോലെ എൻ്റെ ഒരു യൂട്യൂബിനകത്ത് ഈയിടയ്ക്ക് ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മുടെ കിക്ക് സ്ലൈഡ് നമ്മുടെ റിലേറ്റീവിൻ്റെ തന്നെ, അതിനകത്ത് നമ്മളെല്ലാം പാടുക. അതിനകത്ത് ഇതുപോലെ വീഡിയോ ചെയ്തപ്പം ഈ ഇനോഗ്രേഷൻ സമയത്ത് ഞാനൊരു ഇങ്ങനെ ബോൾ ഇങ്ങനെ തട്ടി ഗോൾ അടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് യൂട്യൂബിനകത്ത് ഇട്ടപ്പോൾ തന്നെ എത്ര 3 മില്യൺ ഒറ്റയടിക്ക് കയറി. ഞാൻ ജസ്റ്റ് തട്ടി. ഞങ്ങളുടെ നാട്ടില് MLA എല്ലാവരും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇനോഗ്രേഷൻ സമയത്ത് കിക്ക് ഓഫ് ചെയ്യാനായിരുന്നു.
അപ്പൊ അത് തട്ടി ഈ സോപ്പി ഫുട്ബോൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരെണ്ണമുണ്ട്, കാക്കനാടുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സോപ്പി ഫുട്ബോൾ ടർഫാണ് അത്. അപ്പൊ ആ അങ്ങനെ ജസ്റ്റ് ഗോൾ അടിച്ചപ്പോൾ അത് കയറി. അത് വീഡിയോ കണ്ട് ഫുള്ള് 3 മില്യൺ വ്യൂസ് യൂട്യൂബിനകത്തുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും പറയും ഫുട്ബോൾ നോക്കിക്കൂടെ, ഇങ്ങനെയൊക്കെ വീൽ ചെയറിനകത്ത് ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട്. പക്ഷെ സ്പോർട്സിനകത്തൊന്നും അങ്ങനെ കേറിയിട്ടൊന്നുമില്ല. ഇപ്പൊ ബോക്സിങ് ആകുമ്പോ നല്ല ഇടിയുള്ള എനിക്ക് ഇവിടെ ഒരെണ്ണം കണ്ട് 3 കൊണ്ടുവരണം നല്ല ഇടി. മൂക്കിന് ആദ്യം ഒരെണ്ണം കിട്ടി, പിന്നെ വയറ് അത് നമ്മളെ ഗാർഡ് ഇല്ലാതെ ചെയ്യുന്നത്. ആദ്യം പ്രാക്ടീസ്, ആദ്യം വേറെ 1-2 എറിയിക്കും കൈവേറും കയ്യില് ഗാർഡിന്. പിന്നെ നമ്മളെ ഇത് ബാൻഡേജ് വിറ്റിയിട്ട് പിന്നെ ലാസ്റ്റേ ഗ്ലൗ വരുന്നുള്ളൂ. പക്ഷെ ഗ്ലൗ ഇട്ടിടിക്കുമ്പോഴാണ് ഭയങ്കര നമ്മുടെ തല ഫുള്ളം കളവും. ഇവര് വീഡിയോ സംഭവം എന്ന് വെച്ചാൽ വീഡിയോ എടുക്കും, വീഡിയോ ഉള്ള വീഡിയോ എടുക്കുമ്പോ ഒരു സെക്കൻഡ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോ തന്നെ എന്നെ നോക്കും. അപ്പോഴത്തേക്ക് ഇത് കിട്ടത്തില്ല. ചുമ്മാ ഇവർക്ക് പേടി, ഇത് വരുമ്പോഴത്തേക്ക് മാറിക്കൊടുക്കും. ഞാൻ പറയാം അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല, നിങ്ങളൊരു ഇടി മേടിയിരി, ഇതിനകത്ത് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കിട്ടി, ഒരു കുഴപ്പം മരിച്ചൊന്നും പോകത്തില്ല, നിങ്ങളൊരു ഇടി കൊള്ളു. അപ്പൊ ഇവർക്ക് പേടി. അത് കിട്ടിയോ, അത് ഇങ്ങനെ പോരെ. അവൻ എന്നിട്ട് പറയും അത് ഇങ്ങനെ ഇടിച്ചിട്ട് ഇവിടെ സ്ലോ മോഷൻ ആക്കിയാൽ പോരെ. ഞാൻ പറയും ഐഡിയ ഉള്ളു. ഇവരെയും കാട്ടി ആദ്യം എനിക്ക് ഇടിയുണ്ട്. അവസാനം ദിലീപിന്റെ എന്നാലല്ലോ പെർഫെക്റ്റ് കിട്ടത്തുള്ളൂ. ഡയറക്ടറാന്നുള്ള ആ ഒരു കൺസിഡറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ വീഡിയോയുടെ കാര്യം കൺസെപ്റ്റ് പറഞ്ഞപ്പം തന്നെ പറഞ്ഞാൽ എന്റെ കരിയറിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും നല്ല വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എഫേർട്ട് എടുത്ത് ഇങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ എനിക്ക് ബോക്സിങ്ങിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. നമ്മുടെ സുഹൃത്താണല്ലോ ഈ ദിലീപ്. അപ്പോൾ ഞാൻ ദിലീപിൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു. ദിലീപ് പറഞ്ഞു ഞാൻ വരാം, കുഴപ്പമില്ല ബ്രോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആൽഫിലേക്ക് ഞങ്ങൾ ജിമ്മിലോട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ ദിലീപിൻ്റെ പിന്നെ നൗഷർ വന്നു, പിന്നെ ഈ ശ്രീനാഥ് വന്നു, പിന്നെ രാഹുൽ വന്നു. അപ്പോഴത്തേക്കും മൊത്തത്തിൽ പ്രൊഫഷണൽ ആയപ്പോഴത്തേക്ക് എനിക്ക് പേടിന്ന് വെച്ചിട്ടുണ്ടല്ലോ, അവര് പ്രൊഫഷണൽ ആൾക്കാര്, നമ്മള് വീഡിയോ ക്രിയേറ്റർ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അവരുടെ പ്രൊഫഷൻ ആണല്ലോ അത്. അപ്പൊ ആ ഒരു പേടി ഞങ്ങൾക്ക്. പക്ഷേ അത് ഇടി കിട്ടിയപ്പം പേടി കുറെ മാറിയെങ്കിലും ഇടി കോലെ കിട്ടിക്കൊണ്ടേയിരുന്നു. പിന്നെ ശീലമായി. ആലിഫിന്റെ അനിയനാണ് ആള്, പക്ഷെ മിണ്ടില്ല, സംസാരിക്കാൻ ഭയങ്കര നാണാണ്. ആലിഫ് തന്നെ പറയും അനിയനെ പറ്റി. അവന് ഫൈസാൻ എന്ന പേര്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 8ലോട്ടാണ്, എക്സാം ഒക്കെ കഴിഞ്ഞൊക്കെയാണ്. ഇവനാണ് ഞങ്ങൾക്ക് ബിഹൈൻഡ് സീൻ ഒക്കെ എടുത്തത് യൂട്യൂബിനകത്ത് ഇടാൻ വേണ്ടി. എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കിക്ക് ചെയ്യണം അങ്ങനെയൊക്കെ? അവനറിയാം എൻ്റെ ചെറുപ്പമല്ലുള്ള വീഡിയോയും ഫോട്ടോസും അവൻ എടുക്കും. അവനായാലും എൻ്റെ പെങ്ങളായാലും എടുക്കും. അതുകൊണ്ട് അവനറിയാം ഞാൻ എങ്ങനത്തെ രീതിയിൽ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഏത് ആംഗിളാന്നൊക്കെ അവനറിയാം. അപ്പം ഫോട്ടോഗ്രാഫർ ഇവന്മാർ കൂട്ടുകാർക്കൊക്കെ അവന് ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. ആള് ബോക്സിങ്ങിനെ കുറിച്ച് അറിയാം, ഞാൻ അതാ ചോദിച്ചത്. ആള് അവന് ബോക്സിങ് ചെയ്യണമെന്നൊക്കെ. അവൻ ഫുട്ബോൾ കളിക്കും, എന്നാലും ഫുട്ബോൾ കളിക്കും. അവനിപ്പം ഇവൻ ബോക്സറാന്നല്ലേ പറഞ്ഞത്? അല്ല, ബോക്സിങ് അവിടെ ഇവിടെ വന്നപ്പോ ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര ബോക്സിങ് ആദ്യം പഠിച്ചത് അജ്മലാണ്, പണ്ട് തൊട്ടേ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നിർത്തിയത് ഏതായാലും പോലീസിന്റെ ഒക്കെ ഫിസിക്കലി ചെയ്യുന്നുണ്ട്. നിങ്ങളാണല്ലേ ആലിഫിന്റെ കൂടെ മണാലിക്ക് പോയ ആൾക്കാര്? മണാലി ട്രിപ്പിനെ മണാലി ട്രിപ്പിന്റെ കാര്യം കൂടെ ഒന്ന് പറയൂ, കാരണം വീഡിയോസ് ഒക്കെ കണ്ടപ്പോ നമുക്ക് തന്നെ കൊതിയായിട്ട്. അല്ല, അവന് യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാന് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ആള് ഞാനാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞു നമുക്ക് മണാലി പോവാം. പിന്നെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ട് അപ്പൊ ഓരോ നല്ല പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞ അത് സംഭവം എന്താ പറയാ, അത് ട്വിസ്റ്റാ. നേർച്ചയുടെ അനിയൻ പോയായിരുന്നു, അതുപോലെ ഇതിന് പോയപ്പം ഞാൻ അവന് മെസ്സേജ്, നീ പോയപ്പോൾ എന്നെ വിളിക്കാനെന്ന്. ഞാൻ ഇതുപോലെ ആരും ഇല്ലാതെ പോകാൻ ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ചിരുന്നെന്ന് പറയും. അപ്പം പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ വരുന്നുണ്ട്, ബ്രദർ വരുന്നുണ്ട്, നീ വിളിച്ചു വയ്ക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ മണാലി പോകുന്നുണ്ടോയെന്ന് വെച്ചപ്പോൾ പറഞ്ഞ് ഞാൻ പോകുന്നുണ്ട് 3-ാം തീയതിക്കുള്ളിൽ, പെട്ടെന്നൊക്കെ ഡേറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞ് പെട്ടെന്നൊക്കെ എങ്ങനെയായോ, ഫണ്ടൊക്കെ സെറ്റ് ചെയ്യണ്ടായോ, എല്ലാം സെറ്റ് ചെയ്യണ്ടായോ, നമ്മൾ ചുമ്മാ ഇരിക്കില്ല ഇവിടെ വീട്ടിൽ, നമ്മളെങ്ങനെ ചെയ്യാനാ? അവൻ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകും, നാളെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന്. അപ്പം എന്താ ഞാർച്ച വിളിച്ച് അജ്മലിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും പോകുന്നുണ്ട്, മണാലി പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഓക്കെ ഞാനും വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഷിയാസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അൻവർ അമീൻ, ഞങ്ങൾ ഇത്രയും കൂടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇവരെല്ലാം കൂടെ പോയി ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്ത്. ഞാൻ പറഞ്ഞു ഡേറ്റ് ഇല്ല, ഇത് എങ്ങനെയാ ഇത്ര പെട്ടെന്ന് എങ്ങനെ പോകാനാ? അത് നമ്മളെല്ലാം ഒന്നും അറേഞ്ച് ഒന്നും ചെയ്തൊന്നും ഇല്ല.
ഇവർ പോയി ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ഇവർ പോയപ്പോൾ പിന്നെ ഇവർക്ക് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് 70 കണ്ട കാണുന്നത്. അപ്പം ഇവർ പറഞ്ഞ ടിക്കറ്റ് കൺഫേം ആവത്തില്ല, അപ്പം നീ എങ്ങനെ വന്ന് കയറാൻ പറ്റുമോ, നീ സമയമാകുമ്പോൾ. അപ്പം അങ്ങനെ ഞാൻ പിന്നെ ഇവർ പോയി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ടിക്കറ്റ് എടുത്തു, ടിക്കറ്റ് ബുക്ക് ചെയ്തു. പിന്നെ ആകാംക്ഷ പെട്ടെന്ന് ഡേറ്റ് ആയാൽ മതിയായിരുന്നു, ഡേറ്റ് ആയത്. അങ്ങനെ ഞങ്ങൾ ഓരോ റീൽസൊക്കെ ഈ മണാലിയുടെ റീൽസ് ഫുള്ള് വരുന്നത്. ഇത് കാണുമ്പോ ഉണ്ടല്ലോ അതെടുക്കണം, ഇതെടുക്കണം, അങ്ങനെ എടുക്കണം, ഭയങ്കര വീഡിയോ എടുപ്പായിരുന്നു. അതെടുക്കണം, നമ്മ ഇന്ന ഷോട്ട് എടുക്കണം, ആ മണാലി പോയിട്ട് അതെടുക്കണം. അതുകൊണ്ട് ട്രെയിനിൽ ഇതെന്ന് പറഞ്ഞാല് ഞങ്ങള് ഫസ്റ്റ് ട്രിപ്പ് പോകുമ്പോ ഇവന്റെ ഫെബ്രുവരി 12 നമ്മള് കയറുന്നത്. 12-ാം തീയതി ഇവന്റെ ബർത്ത്ഡേ ആയിരുന്നു. രണ്ടാമത്തെ ദിവസം അങ്ങനെ കേക്കില്ല. പിന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ട്രെയിനകത്ത് കയറി. പിന്നെ കുറെ ആൾക്കാരുടെ കമ്പനി, അങ്ങനെ കുറെ ഡോക്ടേഴ്സും അല്ലാതെ യൂട്യൂബ് ചെയ്യുന്ന കുറെ വ്ളോഗേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെന്റലിസം ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഹിപ്നോട്ടിസം, അങ്ങനെ കുറച്ച് ഞങ്ങൾ കുറെ പേര് ഒരു ടീം ആയി. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഒരു ബെണ്ണ് ഒപ്പിച്ചിട്ട് ഞാൻ ജാമും ബ്രെഡും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചുവന്ന ജാം വെച്ചിട്ട് ഹാപ്പി എഴുതിയിട്ട് TTR വന്നു. TTR-നൊക്കെ കൊടുത്ത് ബോംബെ വെച്ചായിരുന്നു. ബോംബെക്ക് എത്തിയപ്പോഴാണ് അത് അടിപൊളി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ റീൽസ് കാണുന്ന കൂട്ടത്തില് ഒരു വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ റോഡിൽ കൂടെ പിടിക്കാതെ ആലിഫ് ഇങ്ങനെ തണുപ്പത്ത് ആ വീൽ ചെയറിനകത്ത് വല്ല തൊടാൻ വയ്യ, തണുപ്പ് അത്രയെല്ലാം മരവിച്ച് കൈയൊക്കെ നമുക്ക് ഫോണൊക്കെ ടച്ച് എന്നുവെച്ചാൽ നമുക്ക് കൈ മരവിച്ചിരിക്കുക ഒരുമാതിരി പോലെ ആയിരുന്നു. എന്നുവെച്ചാൽ എനിക്കൊന്നും സംബന്ധിച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് തണുപ്പൊക്കെ കൊള്ളാം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പോയ ഒരു വിഷമം എന്ന് വെച്ചാല് ഞങ്ങൾ എല്ലാരും പോയപ്പോ പാരാഗ്ലൈഡിങ് ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആ ഒരു ആഗ്രഹത്തെ ഞങ്ങൾ എല്ലാവരും പോവാ. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം അറിയുന്നത് അതെന്താ ഈ യൂട്യൂബിനകത്ത് ഈ പാരാഗ്ലൈഡിങ്ങിനെ പറ്റി എന്റെ ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇത് ചെയ്താൽ നല്ലതായിരിക്കും. ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലുതല്ലേ ഈ പിന്നെ വാഗമൺ ഉണ്ട് ഇല്ലേ അവിടെ. അപ്പൊ അവിടെ ഈ പാരാഗ്ലൈഡിങ് ഉണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ചെയ്തു നോക്ക്, നീ എന്നിട്ട് റീൽസ് ഒക്കെ ഇട്, നല്ല സെറ്റ് ആകുമെന്ന് പറയാം. അപ്പൊ ഇവർക്ക് അത് അറിയത്തില്ല അതിനെ പറ്റി. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു സംഭവം ഉണ്ട്, അത് നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ ആദ്യം പറയും എനിക്ക് പേടിയാ, അതിനകത്ത് താഴെ വീട്ടിൽ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇവര് എന്നാ മരിച്ചു ഞങ്ങളില്ല, അത്ര മഞ്ഞിനകത്തൊക്കെ വീണു പോയാൽ കിട്ടത്തൊന്നും ഇല്ല എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് ചെയ്യത്തില്ലെന്ന്. അപ്പൊ എന്റെ മൈൻഡ് എന്തുവാ, ഇവര് ചെയ്തില്ലെങ്കിലും ഞാൻ എങ്ങനെയും ചെയ്യണം എന്നൊരു മൈൻഡായിരുന്നു. അങ്ങനെ പോയി അവിടെ ചെന്ന് ഇത് രാവിലെയൊക്കെ ഇറങ്ങി സെറ്റായിട്ട് പോവാ. എന്നിട്ട് വീഡിയോ ഒക്കെ ഫോണിനകത്ത് ഇങ്ങനെ എടുത്തൊക്കെ വെച്ചേക്കും, ഇങ്ങനെ അതെടുക്കണം, ഇങ്ങനെ കയറാൻ പോകുന്ന സംഭവമൊക്കെ എടുക്കണം, ഇൻട്രോ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്ന് അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറയാം ഇവരെ ഇത്രയും കൂടെ ആഡ് ചെയ്ത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം ബ്രോയ്ക്ക് പറ്റത്തില്ല, എൻ്റെ അടുത്ത് പറ്റത്തില്ല, കാലിങ്ങനെ വെച്ചിട്ട് ഞങ്ങളൊന്നും പറഞ്ഞപ്പോ പിന്നെ റിസ്ക് എടുക്കുന്നത് ഞാൻ പറഞ്ഞു എങ്ങനെയാലും നോക്ക്. എനിക്ക് ഓക്കെ ആയിരുന്നു, എനിക്ക് കംഫർട്ട് ആയിരുന്നു. എന്ന് വെച്ചാൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ഇരിക്കും പിടിച്ചിരിക്കും. പക്ഷെ അവർക്ക് പറ്റത്തില്ല, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നമാണ്. അതുകൊണ്ട് അവര് പറഞ്ഞ് സമ്മതിക്ക് പറ്റൂല. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ കോൺഫിഡൻസ് വീഴുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അവര് സമ്മതിച്ചില്ല. അപ്പൊ ഞാൻ അവിടെ നിന്നോണ്ട് പറഞ്ഞു എനിക്കിത് വേണ്ട, ഞാൻ ദുബായ് സ്കൈ ഡൈവ് ചെയ്തോളാം, അതാകുമ്പോ സെറ്റ് മോട്ടിവേഷൻ ചെയ്ത് ഞാൻ ദുബായ് സ്കൈ ഡൈവ് ചെയ്യും, അതാകുമ്പോ അതിനെക്കാട്ടി വലുതാ. ഞാൻ ആലിഫിനെ കാണുന്ന ഒരു സമയത്ത് ആലിഫ് സംസാരിച്ചോണ്ടിരുന്നത് കൊടൈക്കനാലിൽ പോകുന്ന കാര്യമായിരുന്നു കേട്ടോ. പക്ഷെ ആലിഫ് കൊടൈക്കനാലല്ല പോയത്, മണാലി വരെ നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് പ്ലാൻ ആണ് ലക്ഷദ്വീപ്, കാശ്മീര്. ലക്ഷദ്വീപ് ഒക്കെ പോയിട്ടൊന്നുമില്ല, ആൻഡമാൻ നിക്കോബാർ, ഇത് 3 പ്ലാൻ ഉണ്ട്. പിന്നെ അതെ ഞങ്ങള് ഇന്റർനാഷണൽ ആണ്, തായ്ലാന്റ്, മലേഷ്യ, പട്ടായ. അതിന്റെ ബട്ടൻ കിട്ടും അപ്പോഴത്തേനൊക്കെ എന്താ പറയാ യൂട്യൂബ് ഒക്കെ വീഡിയോസ് ഒക്കെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം. ഇനിയും കുറെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇഷ്ടംപോലെ വീഡിയോ ഒരുപാടുണ്ട്. ഇതിന്റെ തന്നെ ഇതിനെ ഇനി ഇപ്പൊ ജിങ്കനട ഞങ്ങൾ ചെയ്തില്ലേ, ഞാൻ തന്നെ ഇത് ചെയ്യുന്ന ബോക്സിങ് ചെയ്യുന്ന സിംഗിൾ വീഡിയോ ഉണ്ട്. പിന്നെ ഇതിന്റെ 200 അതിന്റെ അടുത്തെങ്ങാണ്ട് ആവാറായി. ഒരു ദിവസം തന്നെ 100 ആദ്യമായിട്ട്, അത് ഫസ്റ്റ് ടൈമാണ്. എന്ന് വെച്ചാൽ ഇത്ര വൈറലായ വീഡിയോ എന്ന് വെച്ചാൽ ഒരാഴ്ച 2 ആഴ്ച ഒക്കെ കഴിഞ്ഞപ്പോഴാണ് വ്യൂസ് ഒക്കെ ആയത്. എന്റെ മറ്റേ വീഡിയോ തന്നെ അങ്ങനെയാണ്. ഇതിപ്പോ ഫസ്റ്റ് ടൈം ഇത്ര വീഡിയോ ചെയ്തതിനകത്ത്
ഒരു ദിവസത്തിനുള്ളിൽ 6 മണിക്കൂറിനുള്ളിൽ 100K അടിച്ച വീഡിയോ ഇതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് കുറെ പേര് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഈ ബോക്സിങ് ആൾക്കാർ ഫുള്ള് സപ്പോർട്ട് ഈ ബോക്സിംഗ് ആയിട്ട് പഠിച്ച ഞങ്ങളുടെ ആ ഭാഗത്ത് കൊല്ലം ജില്ലാ ഭാഗത്ത് ബോക്സിംഗ് പഠിച്ച പല കൂട്ടുകാരന്മാരും ഷെയറും ചെയ്ത് കമന്റും ഒക്കെ ഇട്ട് അങ്ങനെ കുറെ റീച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 2000 ഷെയറായി. ഇപ്പൊ ഞങ്ങളുടെ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ പറയും ഇടിക്കല്ലേ ഇനിയിപ്പോ പേടിക്കണ്ടല്ലോ, ആൾക്കാർക്ക് അങ്ങനെ ഒരു പേടി കിടപ്പുണ്ടല്ലോ. അല്ല പിന്നെ അതുകൊണ്ട് തന്നെ ഈ പ്രബോധിനിയും DC അക്കാഡമി പ്രബോധിനി DCയുടെയും പ്രബോധിനിയും ചോദിക്കുന്നുണ്ട്. അത് ഒരുപാട് അഡ്മിഷൻ എല്ലാം എടുക്കാൻ അങ്ങനെ 5-6 പേരാണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് ചോദിക്കാൻ പറഞ്ഞു, ആലപ്പുഴ ജിംഖാന കണ്ടോ? അതൊരു ഡിസ്റ്റാ. ഈ വീഡിയോ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഈ നമുക്ക് വീഡിയോ ഇടണമെന്ന്. രാവിലെ പടം ഇറങ്ങത്തില്ലയോ, എന്റെ മൈൻഡിൽ എങ്ങനെയാണെന്നറിയാം, ഇവിടെ തിയേറ്ററിനകത്ത് കുറെ ആൾക്കാർ നിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്ന് വെച്ചാൽ റിവ്യൂ കൊടുത്ത് വീഡിയോ ഇടുന്നുണ്ടല്ലോ. അതേപോലെ എന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ, ഈ പടം ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല, ഇനി ബാക്കിയുള്ളവർ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോ ആരും ചെയ്തിട്ട് ഈ ആലപ്പുഴ ജിംഖാനയിലെ വീഡിയോ റീൽസ് ഇത്ര സെറ്റപ്പിൽ ആരും ചെയ്തില്ല. ഞാൻ കണ്ടിട്ടില്ല. വീഡിയോസ് എടുക്കുന്നവരുണ്ട് നമ്മളെക്കാട്ടി അടിപൊളിയായിട്ട് വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ആരും ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതിനകത്ത് ആർട്ടിസ്റ്റുകളിലെ ആരുടെയെങ്കിലും പ്രൊഫൈലിലേക്കൊക്കെ അയച്ചു കൊടുക്കും അങ്ങനെ എന്തെങ്കിലും? നെസ്ലിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയായിരുന്നു, പിന്നെ ഖാലിദ് റഹ്മാൻ, പിന്നെ ലുക്മാൻ, അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയായിരുന്നു. പക്ഷെ ഇവരെ ആരും ഇവരുടെ ടീമിൽ നിന്നും നമുക്ക് ഒരു റെസ്പോണ്ടോ സപ്പോർട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. അതിനൊരു വിഷമമുണ്ട്. അവര് പടം ഇറങ്ങി അതിനൊരു വിഷമമുണ്ട്. ഞാൻ അവരടുത്തും പറയാം, നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തിട്ട് അവരാരും കണ്ടില്ലല്ലോ, കാണാണ്ടായി നമ്മളിത്ര അവർക്ക് നമ്മൾ പ്രൊമോഷനായിട്ടല്ല ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തത്. അപ്പൊ അവർക്ക് ജസ്റ്റ് അറിയോ നമ്മുടെ വീഡിയോസ് കാണുമെന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, എന്തായാലും കാണുമല്ലോ സോഷ്യൽ മീഡിയയിൽ. അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട് അവരുടെ അടുത്തൊക്കെ പോയി ടീമിനെ ഒന്ന് കാണണം. അവരല്ല ഞങ്ങളത് കഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം അതിന്റെ എഫേർട്ട് എങ്ങനെയാണെന്ന് ഇടി കൊണ്ടത്. അപ്പൊ അവര് ഞങ്ങളെക്കാട്ടി കഷ്ടപ്പെടുന്നത്. അവർ ഇതിനെക്കാട്ടി ഇടിയും കൊണ്ട് കാണും. നമുക്ക് ജസ്റ്റ് അവരുടെ കൂടെ അതെ കാണാം, അവരൊക്കെ കാണാൻ പറ്റട്ടെ. ഇനി ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ പ്രൊഫൈലിൽ വീഴട്ടെ. അതെ വരണം, വീഡിയോ ക്രിയേറ്റർ ആവും. അതെ, താങ്ക് യു സോ മച്ച്.